നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഇങ്ങനെ നിങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നത് എന്നൊന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ജനറൽ റീഡിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു പേജ് ഒന്ന് മറക്കാതെ ഫോളോ ചെയ്തേക്കാം. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവരാണെങ്കിൽ മാത്രം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് DM ചെയ്താൽ മതി. റീഡിംഗ് എന്നൊന്ന് DM ചെയ്യുക. റീഡിംഗ് പെയ്ഡ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നതിന് മുന്നേ ഈ ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം കമൻറ്റിൽ ഏഞ്ചൽ നമ്പർ ആയിട്ടുള്ള 999 എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം വീഡിയോ കാണും. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് മൂൺ കാർഡ് റിവേഴ്സിലും അതുപോലെ തന്നെ 3 ഓഫ് കപ്സുമാണ് വന്നിട്ടുള്ളത്. അതായത് അവർ ഇതുവരെ കൊണ്ടു നടന്നിട്ടുള്ള എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഭയങ്ങളോ ഒക്കെ ഇപ്പോൾ മാറി തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് കാര്യങ്ങൾ ഏതാണ് നടന്നത് അല്ലെങ്കിൽ കുറേയധികം ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ അവർക്ക് മനസ്സിലായി ബോധ്യമായി തുടങ്ങുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ അകലം പാലിക്കാനുള്ള റീസണായിട്ട് നോക്കുമ്പോൾ അവർക്കിപ്പോൾ നിങ്ങളോട് അകലം പാലിക്കാൻ തോന്നുന്നത് നിങ്ങളെ ഒഴിവാക്കാനായിട്ടല്ല, മറിച്ച് അവരുടെ ഉള്ളിലെ കുറേയധികം കൺഫ്യൂഷൻസ് ഉണ്ട്. അതൊക്കെ തീർത്ത് കാര്യങ്ങൾ വ്യക്തമായിട്ട് ചിന്തിക്കാൻ വേണ്ടിയുള്ള ഒരു ടൈം ആയിരിക്കും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എടുക്കുന്നതെന്നാണ് കാണുന്നത്. പിന്നെ വന്നിട്ടുള്ളത് 3 ഓഫ് കപ്സ് ആണ്. അതായത് ഇവിടെ ഒരു 3 ഓഫ് കപ്സിനാണ് നോക്കുന്നത്. അകലം പാലിക്കാനുള്ള കാരണം അവരിപ്പോൾ മേ ബി മറ്റൊരു സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ ജോലിയിലോ ഒക്കെയുള്ള തിരക്കുകളിലും ആകാനുള്ള പോസിബിലിറ്റിയും കൂടെ ഉണ്ട്. അതായത് ഇവിടെ നിങ്ങളുമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇല്ലായ്മയും കാര്യങ്ങളും ഡിസ്റ്റൻസ് വന്നപ്പോൾ അതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി ഒന്ന് സെൽഫ് ഫോക്കസ്ഡ് ആവാനൊക്കെയുള്ള ശ്രമത്തിൽ കുറച്ചൊന്ന് മറ്റുള്ള സന്തോഷങ്ങളിൽ, അതായത് ഫ്രണ്ട്സ്, ഫാമിലി, അതുപോലെ തന്നെ സോഷ്യലായിട്ടുള്ള എന്തെങ്കിലും വർക്ക് കാര്യങ്ങൾ അങ്ങനെയുള്ള തിരക്കുകളിലൊക്കെ കുറെ കൂടി ടൈം കണ്ടെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞത് കൊണ്ടല്ല ഇവിടെ കാണുന്നത്, മറിച്ച് ജീവിതത്തിലെ മറ്റ് പല മേഖലകളിലേക്കും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും കൊണ്ടും കൂടിയാണ്. ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ എന്തോ ഒന്ന് അവരെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് കണ്ടെത്താനോ അല്ലെങ്കിൽ അവരുടെ മനസ്സിലെ സംശയങ്ങൾ മാറ്റാനോ ഒക്കെ ആണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അകലം പാലിക്കുന്നതെന്നാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു കുരുക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ തിരികെ വരുമെന്ന് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഒരു ലോകത്ത് നിന്ന് അങ്ങനെ ഫോക്കസ് ചെയ്ത് നിന്നതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ ഒരു മൗനം പോലും അവരെ വേദനിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അല്ലാതെ പുറം ലോകവുമായിട്ടും ഇടപെടാനും സുഹൃത്തുക്കളുമായിട്ട് സമയം ചെലവഴിക്കാനും കുറച്ചുകൂടി ഒന്ന് സെൽഫ് ഫോക്കസ്ഡ് ആവാനും ഉള്ള ശ്രമം കൂടി നടക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇതൊരു താൽക്കാലികമായിട്ടുള്ളൊരു വിട്ടുനിൽക്കലായിട്ടാണ് കാണുന്നത്. അധികകാലം ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ അവർക്ക് പറ്റുമെന്ന് തോന്നില്ല. കാരണം ഇവിടെ മൂൺ കാർഡ് റിവേഴ്സ്ഡ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കുരുക്കൊക്കെ അഴിഞ്ഞു വരാനുള്ള ചാൻസ് ഇപ്പോഴേ ആ ഒരു എനർജി, അതായത് പകുതിയോളം ഇവർക്ക് ക്ലാരിറ്റി കിട്ടിയ പോലുള്ളൊരു എനർജിയാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ അകലം പാലിക്കുന്ന റീസൺ ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേഴ്സൺ ക്ലാരിറ്റിയോട് കൂടി തിരികെ വരാനും നിങ്ങളുടെ അടുത്തേക്ക് പഴയതിനേക്കാൾ സ്നേഹത്തോടു കൂടി വരാനായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ